ഉത്തർപ്രദേശിലെ സംഘർഷബാധിത പ്രദേശമായ സംഭാലിലേക്ക് പുറപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഗാസിപൂർ അതിർത്തിയിൽ തടഞ്ഞു പോലീസ്. യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങി. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടെന്നും ഭരണഘടനാ സംരക്ഷണത്തിനായി പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വിനീത വിജിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ഗാസിപൂരിൽ നിന്ന്. വിനീത, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ.സി. വേണുഗോപാലും ഒക്കെ ഉൾപ്പെടുന്ന സംഘം ഡൽഹിയിലേക്ക് മടങ്ങുകയാണോ? എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി അവിടെ ഗാസിപൂരിൽ മാധ്യമപ്രവർത്തകരോടും കോൺഗ്രസ് പ്രവർത്തകരോടും ഒക്കെ പറഞ്ഞത്? വിജയകുമാർ, രാവിലെ 10 മണിയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം, വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ, ഒപ്പം തന്നെ UP-PCC അധ്യക്ഷൻ അജയ് റായ് ഉൾപ്പെടെയുള്ള സംഘം സംഭലിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇന്നുണ്ടാകുമെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ഈ ഗാസിപൂർ അതിർത്തിയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഗാസിപൂർ അതിർത്തിയിൽ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു UP സർക്കാർ. പിന്നാലെ ഈ അതിർത്തി പൂർണ്ണമായും ബാരിക്കേഡ് കൊണ്ട് അടച്ചായിരുന്നു പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന സംഘം ഈ ഗാസിപൂർ അതിർത്തിയിൽ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ പലതവണ നേതാക്കൾ പോലീസുമായി സംസാരിച്ചു. നമുക്ക് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് DGPയും ഒക്കെയായി അവർ കാര്യങ്ങൾ സംസാരിച്ചുവെന്നാണ്. ഈ പോലീസ് വാഹനത്തിൽ തന്നെ ഒറ്റയ്ക്ക് താൻ ഗാസിപൂരിൽ നിന്ന് സംഭലിലേക്ക് യാത്ര തിരിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പോലും തന്നെ പോലീസ് അനുവദിച്ചില്ല എന്നാണ് മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റെ അവകാശം ലംഘിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭരണഘടനാ അവകാശങ്ങൾക്കായുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറയുകയാണ്. സംഭലിലേക്ക് താൻ പോകാൻ ആഗ്രഹിച്ചിരുന്നു, പൂർണ്ണമായും സമാധാനപരമായിരുന്നു തന്റെ സന്ദർശനമെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. ഈ പോലീസിന്റെ നടപടികൾ പൂർണ്ണമായും തെറ്റാണെന്ന് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ ഡിസംബർ 10 വരെ അവിടെ നിരോധനാജ്ഞ തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലേക്കുള്ള സന്ദർശനങ്ങൾ ഒന്നും തന്നെ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു UP സർക്കാരിൻ്റെയും നിലപാട്. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ അജയ് റായിയുടെ നേതൃത്വത്തിലുള്ള സംഘവും സമാജ്വാദി പാർട്ടി സംഘവും മുസ്ലിം ലീഗ് എംപിമാരും ഒക്കെ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എംപിമാർ ഉൾപ്പെടെ സംഭൽ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇതേപോലെ ഗാസിപൂരിലെത്തുകയും പിന്നീട് അവർക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടിയും ഒക്കെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നിരോധനാജ്ഞ തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരം സന്ദർശനങ്ങൾ പിന്നീട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് UP പോലീസ് നൽകുന്ന വിശദീകരണം. തുടർന്ന് ഈ സംഘം ഇപ്പോൾ ഗാസിപൂരിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. വിജയകുമാർ. വിനീത, ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. ഈ വിഷയം സഭാതലത്തിൽ വീണ്ടും ഉന്നയിക്കാൻ സമാജ്വാദി പാർട്ടി ഇന്നലെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കാൻ തയ്യാറായേക്കുമോ രാഹുൽ ഗാന്ധിയെ ഗാസിപൂരിൽ തടഞ്ഞതിന് പിന്നാലെ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സഭയിലടക്കം ഈ കോൺഗ്രസ് സംഘത്തെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കൂടി ഈ വിഷയം കടക്കുമെന്ന് കൂടിയാണ് നമുക്ക് പറയാൻ കഴിയുക. വീണ്ടും സംഭൽ അത് വീണ്ടും രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളിൽ കൂടുതൽ സജീവമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ അവകാശങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിലേക്കടക്കം ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും തീരുമാനം. കാരണം ഈ പാർലമെന്റ് ശൈത്യകാല സമ്മേളനം തുടങ്ങിയത് മുതൽ നിരവധി വിഷയങ്ങൾ കോൺഗ്രസ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയത്തിലൊന്നാണ് ഈ സംഭൽ വിഷയം. ഇന്നലെയും അഖിലേഷ് യാദവ് MP വിഷയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭലിൽ കൃത്യമായുള്ളൊരു അന്വേഷണം ഉണ്ടാകണം, ഒപ്പം തന്നെ മതസൗഹാർദ്ദം തകർക്കുന്നതിനുള്ള ചില പ്രവർത്തനങ്ങളാണ് നടന്നതെന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ. ഇത്തരം ആരോപണങ്ങളും ഒപ്പം തന്നെ ഇത്തരം വിഷയങ്ങളുമൊക്കെ സഭയിൽ വീണ്ടും കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഭരണഘടനാ സംരക്ഷണത്തിനായി പോരാട്ടം തുടരും എന്നും ഗാസിപൂരിൽ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. പോലീസ് തടഞ്ഞതിനെ തുടർന്ന് രാഹുലും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്ന കോൺഗ്രസ് പ്രതിനിധി സംഘം ഡൽഹിയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം കോൺഗ്രസ് ഉന്നയിച്ചേക്കും അടുത്ത ദിവസങ്ങളിൽ. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.